മാമ്പറ്റ അശോകന് പ്രായം വെറും അക്കമാണ്. 70-ാം വയസ്സിലും വെള്ളത്തിൽ അഭ്യാസ പ്രകടനം നടത്തുകയാണ് അശോകൻ. 70-ാമത്തെ വയസ്സിലും ജലത്തിന് മുകളിൽ കിടന്ന അഭ്യാസം നടത്തുകയാണ് ചങ്ങനംകുളം കാളാച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ. 15-ാമത്തെ വയസ്സിലാണ് അശോകൻ ആദ്യമായി BM കായലിൽ നീന്താനിറങ്ങിയത്. നീന്തൽ അത്ര വശമില്ലാതിരുന്ന അശോകൻ കായലിൽ നിന്ന് കരയ്ക്ക് കയറിയത് മരണത്തെ മുന്നിൽ കണ്ടാണ്. അന്നു മുതൽ തുടങ്ങിയതാണ് അശോകന്റെ നീന്തൽ പരിശീലനം. പിന്നീട് അങ്ങോട്ട് ജലത്തിനു മുകളിൽ എന്ത് അഭ്യാസവും കാണിക്കാൻ അശോകൻ പരിശീലനം നേടുകയായിരുന്നു. മണിക്കൂറുകളോളം ആഴമേറിയ ജലാശയങ്ങൾക്ക് മുകളിൽ അശോകൻ മലർന്നു കിടക്കും. നിരവധി സ്ഥലങ്ങളിൽ അശോകൻ ജലത്തിന് മുകളിൽ അഭ്യാസം നടത്തി കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ അശോകന് കഴിഞ്ഞിട്ടില്ല. നിരവധി പേർക്ക് ഇതിനോടകം അശോകൻ നീന്തൽ പരിശീലനം നൽകി കഴിഞ്ഞു. ആർക്കും എപ്പോൾ വേണമെങ്കിലും നീന്തൽ പരിശീലനത്തിന് അശോകനുമായി ബന്ധപ്പെടാനും കഴിയും. പ്രതിഫലമായി ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന സേവനം മാത്രമാണ് നീന്തൽ പരിശീലനം നൽകി വരുന്നത്. വെള്ളത്തിൽ മലർന്നു കിടന്ന ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന അശോകൻ കാഴ്ചക്കാർക്കും ഒരു വിസ്മയമാണ്. എനിക്കിപ്പോൾ 70 ഈ പെൻഷനും പിന്നെ ഈ തൊഴിലുറപ്പൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് പെൻഷൻ തരുന്നുണ്ട്. കഴിഞ്ഞ മാസമൊക്കെ കട്ടായി, എന്നാലും ഈ മാസം കിട്ടുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ജീവിതം. പിന്നെ തൈലം കാച്ചും. അങ്ങനെ ഈ പാമ്പെന്നും ഈ ക്ഷുദ്രജീവികളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് തൈലം കാച്ചുന്ന. വാദം ഉണ്ടാവില്ല, കുറുന്തോട്ടി എരിക്കേണ്ടത് എന്നിവ വീട്ടിൽ പ്രത്യേകം ഞാൻ തന്നെ ഉപയോഗിക്കുന്നത്. എൻ്റെ പാപ്പൻ വൈദ്യരാണ്, അപ്പോൾ ഗ്രന്ഥൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ നീർക്കോലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറ്റി പടർത്താതിരിക്കാനുള്ള തൈലം കൂടിയാണ്. അത് സർപ്പസമുദ്രമൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പരത്തി കഴിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി കഴിച്ചാൽ പാമ്പ് ഉണ്ടെങ്കിൽ മാളത്തിലേക്ക് പോവും, നീർക്കോലി കടിക്കില്ല. പിന്നെ അതേമാതിരി കണ്ണ് കൊത്തി തിന്നുന്ന മീനൊക്കെ ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കണ്ണ് പരലൊക്കെ ആണെച്ചാൽ കണ്ണാണ്ട് കൊത്തിയിട്ടാണ്ട് പോവും, പിന്നെ അവരെ പിടുത്തം കിട്ടില്ല. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ മുമ്പ് കുറേ ഒതുക്കങ്ങളുണ്ട്, അത് പഠിക്കുക. എന്നിട്ട് ആക്കം പോലെ നീന്തൽ പഠിക്കുക. നീന്തൽ പഠിക്കാൻ എളുപ്പമാർഗം വെച്ചാൽ മെച്ചിങ് അങ്ങനെയുള്ള ഈ തെങ്ങിൻ്റെ പേട് നാളികേരം 2 നാലെണ്ണം ഉണ്ടായിട്ട് പഠിക്കുക. അങ്ങനെ റബ്ബർ ട്യൂബൊക്കെ ഉണ്ടായിട്ട് നീന്തൽ തൽക്കാലം പഠിച്ചതിൻ്റെ ശേഷം മാത്രം അഭ്യാസത്തിലേക്ക് നീങ്ങുക.